ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന ഒരു കമ്പനിയെ പറ്റിയാണ് ഞാനിവിടെ കമ്പനിയുടെ പ്രൊഡക്റ്റും പ്രൊഫൈലിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഓക്കെ അല്ലേ മാഡം? ഓക്കെയാണ് മാഡം. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു വെൽനസ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഒരു വെൽനസ് റെവല്യൂഷനിൽ കൂടിയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യപരമായിട്ട് നമ്മൾ ഇന്ന് ആരോഗ്യത്തിന് വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നീട് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താൻ നിർബന്ധിതരായി മാറും. ഇപ്പം വെൽനസ് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മേഖലകളുണ്ട്. ഒന്ന് ഇൽനെസ് ആണ്, മറ്റൊന്ന് വെൽനസ് ആണ്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇന്ന് ആരോഗ്യപരമായിട്ട്, അതായത് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇൽനെസ് മേഖലയിൽ ഒരുപാട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാ സൗകര്യങ്ങളും ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തിലും ഇനി നമുക്ക് വേണ്ടത് വെൽനസ് സെന്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തിലും വെൽനസ് സെന്ററുകൾ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒറ്റ പറയുന്ന ഒരു ഉത്തരമുണ്ട്, രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് പറയാറ്. എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീകവുമായ സൗഖ്യത്തെയാണ് നമ്മൾ വെൽനസ് എന്ന് പറയുന്നത്. ഇപ്പം ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. നമ്മളിവിടെ കാണുന്നുണ്ട് ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബാക്കി എല്ലാ ഇതിനും നമ്മൾ, അതായത് സീറോ, നല്ല ജോലിയുണ്ട്, അതേപോലെ നമുക്ക് ഒത്തിരി സമ്പത്തുണ്ട്, നല്ല കുടുംബമുണ്ട്, ഒരുപാട് നല്ല സ്വപ്നങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒന്ന് എന്ന് പറഞ്ഞ ആരോഗ്യം ഉണ്ടായേ മതിയാവുള്ളൂ. മരുന്ന് കഴിച്ച് രോഗികളാവുന്നത് 35% പേർ. ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബി സുരേഷ് സാറാണ്. മരുന്നുകളുടെ ഉപയോഗം കിടപ്പ് രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ രോഗം മൂലം മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ മരുന്നുകളുടെ പാർശ്വഫലം മൂലം മരിക്കുന്നു എന്നാണ് ഹൃദ്രോഗ വിദഗ്ധനും മണിപ്പാൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ BM ഹെഗ്ഡെ സാർ പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ന് നമ്മൾ കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള ആളുകൾ ഡോക്ടറെ പോലും കാണിക്കാതെ ഫാർമസിയിൽ പോയി മരുന്ന് കഴിച്ച് രോഗികളാവുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2022 മലയാളി കഴിച്ചത് 12,500 കോടിയുടെ മരുന്നാണ്. അത്രയും തന്നെ നമ്മൾ ഒരു അരിക്കോ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ 2025 ആയപ്പോഴേക്കും ഇതിന്റെ എത്രയോ മടങ്ങുകളാണ് നമ്മൾ മരുന്നിന്റെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള മരണം കൂടി, കേരളം 2ാമത്. ഇതെല്ലാം നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ റിപ്പോർട്ടുകളാണ്, പേപ്പർ കട്ടിങ്ങിൽ വരുന്നതാണ്. അപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങൾ 60 വയസ്സിന് ശേഷമായിരുന്നു ഹൃദ്രോഗങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മളെ കുട്ടികളിലും യുവാക്കളിലുമാണ് ഇന്ന് ഈ ഒരു പെട്ടെന്നുള്ള മരണം കൂടുന്നതായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ കുട്ടികളായാൽ പോലും സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് 1 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്. ഉറക്കമില്ല, അതേപോലെ വ്യായാമം കുറവാണ്. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇപ്പൊ കോവിഡാനന്തര ഇഞ്ചക്ഷൻ വെച്ചതിലൊക്കെ നമുക്കറിയാവുന്നതാണ്. ബ്ലഡ് ക്ലോട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇപ്പം നല്ല ആരോഗ്യം, അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ രാത്രിയിൽ കടന്നുറങ്ങി നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല ഒരവസ്ഥയിലേക്ക് വരുന്നത്. 2050 പക്ഷാഘാത മരണനിരക്ക് 91% കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഓരോ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ സൊല്യൂഷനെ നമ്മുടെ കൈകളിലുള്ളൂ. അതാണ് നമ്മുടെ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മുന്നോട്ട് വെക്കുന്നത്. ഇത് നമ്മുടെ മോസ്റ്റ് പവർഫുൾ ആൻഡ് ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യയിലെ ഏറ്റവും ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്.
ഈ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2008-ലാണ്. കമ്പനിക്ക് ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ 17 വർഷത്തിലധികം ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. നമ്മുടെ കമ്പനി ഇന്ത്യയുടെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്ന ബോംബെയിലെ താനെ ഡിസ്ട്രിക്റ്റില് മീര റോഡില് 1,00,000 സ്ക്വയർ ഫീറ്റിൽ 350-ൽ പരം തൊഴിലാളികൾ 3 ഷിഫ്റ്റിലായിട്ടാണ് ജോലി ചെയ്യുന്നത്. 24x7 അവേഴ്സും അവിടെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ദാദറില് കോഹിനൂർ ടവറില് 46-ാം നിലയിൽ സ്ഥിതി ചെയ്യുന്നു. അതേപോലെ മറ്റൊരു കോർപ്പറേറ്റ് ഓഫീസ് നമുക്ക് ഡൽഹിയിലും സ്ഥിതി ചെയ്യുന്നു. ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ഏറ്റവും വലിയൊരു നേട്ടമാണ്. നമുക്ക് മറ്റൊരു കമ്പനിക്കും ഇല്ലാത്ത, നമ്മുടെ കമ്പനിക്ക് മാത്രം കിട്ടിയ ഒരു നേട്ടങ്ങളിൽ ഒന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഇത് നമ്മുടെ കമ്പനിയുടെ MD ആണ് ഡോക്ടർ സാഗർ ജോഷി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ് ബയോമാഗ്നറ്റിസത്തിലും നാനോ ടെക്നോളജിയിലും അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത വ്യക്തി കൂടിയാണ്. കൂടാതെ സാർ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഉൾപ്പെടെ 5000-ൽ പരം കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ചെയ്തു കൊടുത്ത വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഓൺ സോഫ്റ്റ്വെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഒരു കമ്പനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാ ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി കേന്ദ്ര ഗവൺമെന്റിന്റെയും അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എല്ലാവിധ ലീഗൽ ഡോക്യുമെന്റ്സോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഒത്തിരി റിവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു അവാർഡാണ് MSMEയിൽ നിന്നും കിട്ടിയ അവാർഡ്. MSME എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മന്ത്രാലയമാണ്. ഇത് MSMEയിൽ നമുക്ക് കിട്ടിയത് ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവാർഡാണ്. അതേപോലെ മറ്റൊരു അവാർഡാണ് ആയുഷിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ആയുഷ് കൊറോണ യോധ അവാർഡ് 2021-ലാണ് ലഭിച്ചത്. ആയുഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് അലോപ്പതി ഒഴികെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എല്ലാവിധ ചികിത്സാ രീതികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രാലയമാണ്. ഈ ഒരു ആയുഷിന്റെ 2021 ആയുഷ് കൊറോണ യോധ അവാർഡ് നമ്മുടെ കമ്പനിക്ക് കിട്ടാനുണ്ടായ കാരണം നമുക്കറിയാവുന്നതാണ്. മഹാരാഷ്ട്രയിലായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ MD ഒരു ചാരിറ്റി എന്ന വിധത്തിൽ 1000-ഓളം പ്രൊഡക്റ്റുകൾ ആ മേഖലയിലേക്ക് കൊടുക്കുകയും അത് ഉപയോഗിച്ച ആളുകളുടെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കുറയുന്നതായും കണ്ടു. ഇതിനെപ്പറ്റി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് സ്റ്റഡി നടത്തി. ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുണമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് 2021 ആയുഷ് കൊറോണ യോധ അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ കമ്പനിയെ ആയുഷിന്റെ കീഴിൽ കൊണ്ടുവന്ന് നാച്ചുറോപ്പതിയിലാണ് മാഗ്നറ്റ് തെറാപ്പി എന്ന് പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഇത് വിറ്റഴിക്കാനുള്ള അനുമതി ലഭിച്ചത്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു നേട്ടമാണ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ഓഫ് ദി ഇയർ 2023 നവംബറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു അവാർഡാണ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ ഡിസംബറിൽ 2023. ഇത് നമുക്ക് മഹാരാഷ്ട്ര ഗവർണറുടെ കൈകളിൽ നിന്നാണ് നമ്മുടെ MD ഏറ്റുവാങ്ങുന്നത്. അവർ പ്രൊഡക്ട്സ് നമുക്കറിയാം ബയോ മാഗ്നറ്റ് തെറാപ്പി. അപ്പം ഇതൊരു 3000 വർഷം പഴക്കമുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. ഇപ്പൊ തെറാപ്പി സിസ്റ്റങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. മഡ് തെറാപ്പി, വാട്ടർ തെറാപ്പി, അതേപോലെ തന്നെ ബയോ മാഗ്നറ്റ് തെറാപ്പി. ഇത് നമുക്ക് ബയോ മാഗ്നറ്റ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ഭൗമകാന്താണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഈ ഒരു ബയോ മാഗ്നറ്റ് തെറാപ്പിയെ പറ്റി നമുക്കറിയണം. ഇന്ന് ഒത്തിരി ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഭൂമിയിൽ ജീവജാലങ്ങൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ 5 ഘടകങ്ങൾ അത്യാവശ്യമാണ്. എയർ, വാട്ടർ, ഫുഡ്, സൺലൈറ്റ്, മാഗ്നറ്റിക് എനർജി. എയർ, വാട്ടർ, ഫുഡ്, സൺലൈറ്റ് ഇവയെല്ലാം പൊല്യൂട്ടഡ് ആയാൽ പോലും നമുക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ബയോ മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു മാഗ്നറ്റിക് എനർജി നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്. പക്ഷെ അത് ഇന്ന് നമ്മുടെ ജീവിത ശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് ഈ കിട്ടിക്കൊണ്ടിരുന്ന എനർജി ഇന്ന് കിട്ടുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ബയോ മാഗ്നറ്റ് തെറാപ്പിയുടെ ആവശ്യകത വരുന്നത്. ഇപ്പം പണ്ട് ഒരു 50 വർഷം പുറകോട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം
അവരെല്ലാവരും ജീവിച്ചിരുന്നത് ഭൂമിയുമായിട്ടുള്ള സമ്പർക്കം നല്ലപോലെ ഉണ്ടായിരുന്നു. അതായത് ഭൂമിയോട് ഇണങ്ങിയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിത ശൈലി രോഗങ്ങൾ കുറവായിരുന്നു. ഈ ബയോമാഗ്നറ്റിക് എനർജി നമുക്ക് വേണ്ടത്ര വിധം നല്ല രീതിയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അതായത് പാടത്തും പറമ്പത്തും ജോലി എടുക്കുന്ന ആളുകള്, അതേപോലെ തന്നെ നമ്മുടെ ഓടുമേഞ്ഞ വീട്, അതേപോലെ തന്നെ ഓലമേഞ്ഞ വീടുകളൊക്കെ ആണെങ്കിലും നിലം മഡായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് അന്നൊക്കെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് എനർജികൾ കിട്ടാൻ സഹായിച്ചിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നമ്മൾ പ്രകൃതിയിൽ നിന്നും എടുത്തിരുന്ന യാതൊരു അംശങ്ങളും ഇല്ലാത്ത നല്ല പ്രകൃതിദത്തമായ ഭക്ഷണ രീതികളായിരുന്നു. അതൊക്കെ തന്നെ നമ്മുടെ അന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഒരു 100-120 വയസ്സ് വരെയൊക്കെ ആളുകളുടെ ലൈഫ് ഉണ്ടായിരുന്നു. ഇന്ന് അത് എത്രയോ കുറഞ്ഞ് 68-ലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വീടുകളൊക്കെ കമ്പി കൂടാരങ്ങളായി, അതേപോലെ നമ്മുടെ യാത്രകൾ വാഹനങ്ങളിലായി, നമ്മുടെ മൊബൈൽ റേഡിയേഷൻ പോലുള്ള ഒരുപാട് റേഡിയേഷനുകൾ ഇവിടെ വരാൻ തുടങ്ങി. അതിനോടുകൂടി തന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആ എനർജി ഇന്ന് ആഗിരണം ചെയ്ത് സക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പാദരക്ഷകൾ അപകടകരമായ ഒരു കണ്ടുപിടുത്തം എന്നാണ് 30 വർഷത്തോളം കുട്ടികളെ ഫിസിക്സ് പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്ന പ്രൊഫസർ ഡോക്ടർ വിവേകാനന്ദൻ സാറ് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ബയോമാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു, ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതേ മൊബൈൽ റേഡിയേഷൻ പോലെയുള്ള ഒട്ടനവധി റേഡിയേഷനിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. ഇത് ആയുഷിന്റെ സൈറ്റില് നമ്മുടെ നാച്ചുറോപ്പതിയിലാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്നും പറഞ്ഞ് അംഗീകരിച്ചത്. നിയോഡൈമിയം, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിയോഡൈമിയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിലെ ND എന്ന് പറഞ്ഞ 60ാമത്തെ മൂലകമാണ്. ദ കിങ് ഓഫ് മാഗ്നറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മെഡിക്കൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ജപ്പാൻ, കൊറിയ പോലുള്ള രാജ്യത്ത് നിന്ന് 600-700 അടി താഴ്ചയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു കാന്തിക എനർജിയുള്ള ഒരു വെള്ള പൗഡർ രൂപത്തിലുള്ള ഒരു കാന്തിക എനർജിയുള്ള ഒരു മണ്ണാണ് ഇത്. ഇത് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് നിക്കൽ കോട്ടിങ്ങിലാക്കി ബട്ടൺ രൂപത്തിലാക്കിയിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാവുന്നതാണ്. നിയോഡൈമത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു, ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ 4 പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇപ്പോഴും ഈ ഒരു ബയോമാഗ്നറ്റ് പ്രൊഡക്റ്റുകൾ ഉള്ളത്. അതിലൊന്നാണ് മാട്രസ് പാഡ്. ഇത് നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ വിരിച്ചതിന് ശേഷം കോട്ടൺ ബെഡ്ഷീറ്റ് കൊണ്ട് വിരിച്ചിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് 3-3.5 കിലോമീറ്റർ ബ്രിസ്ക് വാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ബ്ലഡ് സർക്കുലേഷൻ ഈ ഒരു ബെഡിൽ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ കയറുക, കാല് കോച്ചി പിടിക്കുക, കടച്ചിൽ, ഉപ്പൂറ്റി വേദന, തരിപ്പ്, ഇതെല്ലാം നമുക്ക് ആ ഒരു ബെഡ് കിടന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നമുക്ക് പിന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പില്ലോ മാറ്റ്. തലയണ വെക്കുന്ന ആളുകളാണ് പില്ലോ കവറിന്റെ ഉള്ളിലായിട്ട് ഇത് വെച്ചിട്ട് കിടക്കാവുന്നതാണ്. ഈ ഒരു തലയണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം, തലകറക്കം, അതേപോലെ നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്. നമുക്കറിയാം നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് ബോഡി റിപ്പയറിങ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു തലയണ വെക്കുന്ന സമയത്ത് നമ്മുടെ തലയുടെ പിൻഭാഗത്തുള്ള പിനിയൽ ഗ്ലാൻഡിനാണ് മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഗം വെച്ച് നമ്മൾ തല വെച്ച് കിടക്കുന്ന സമയത്ത് ആ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ വരികയും ഈ പിനിയൽ ഗ്ലാൻഡ് ഉത്തേജിക്കുകയും അതുവഴി നമുക്ക് മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് റിസ്റ്റ് ബാൻഡ്. ഇത് നമ്മുടെ ഇതിനകത്ത് 33 നിയോഡൈമിയം മാഗ്നറ്റുകളാണുള്ളത്. അതേപോലെ നമ്മൾ ഇത് കെട്ടുന്നത് നമ്മുടെ സെക്കൻഡ് പ്രഷർ പോയിന്റ് ആയ റിസ്റ്റില് ഇത് കെട്ടുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് മൈക്രോ അയൺ കണ്ടന്റ് ഉണ്ട്. ഇതിനകത്തുള്ളത് നിയോഡൈമിയം എന്ന് പറഞ്ഞ കാന്താണ്. ഇത് രണ്ടും തമ്മിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്ന നിലയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജാതീയ ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കും, സ്വജാതീയ ധ്രുവങ്ങൾ തമ്മിൽ വികർഷിക്കും. അപ്പൊ ഈ ഒരു പുഷ്-പുൾ എഫക്റ്റ് ഇവിടെ വരുന്ന ഒരു പിടിവലി നടക്കുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ ബ്ലഡ് സെൽസുകളെല്ലാം തന്നെ നമുക്ക് കൂട്ടം കൂടി ഒഴുകുന്ന ഒരു പ്രവണതയാണുള്ളത്. അപ്പൊ ഇത് കെട്ടുന്ന സമയത്ത് ആ ഒരു പുഷ്-പുൾ എഫക്റ്റ് കൊണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ബ്ലഡ് സെൽസുകൾ ഇൻഡിവിജ്വൽ ആവും. അങ്ങനെ നമ്മുടെ ബ്ലഡ് വെസലിൽ കൂടെ ഈസി ഫ്ലോ നടക്കും. അങ്ങനെ നമുക്ക് ഈ പിന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട എന്ന് പറയുന്ന കുറെ ബ്ലോക്കുകളൊക്കെ നമുക്ക് ഒഴിവാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നെറ്റിക്ക് ഇത് വെച്ച് കെട്ടാവുന്നതാണ്. അതായത് തലവേദന,
മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾക്ക് നെറ്റിക്ക് വെച്ച് കെട്ടാം. പാർക്കിൻസൺസ് പറയുന്ന, അതായത് പാർക്കിൻസൺസ്, തലകറക്കം, ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് തലയുടെ പിൻഭാഗത്ത് വെച്ച് കെട്ടാവുന്നതാണ്. അപ്പൊ നമുക്കിതൊരു നാച്ചുറൽ പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എവിടെയൊക്കെയാണോ നീർക്കെട്ട്, വേദന ഉള്ളത് അവിടെയെല്ലാം നമുക്കിത് ചേർത്ത് വെച്ച് കെട്ടാവുന്നതാണ്. ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മൾ പ്രഷർ കൂടുതലുള്ള ആളുകള് വലത് കൈക്കും, നോർമൽ ആണേലും വലത് കൈക്ക് കെട്ടുക. പ്രഷർ കുറവുള്ള ആളുകള് ഇടത് കൈത്തണ്ടയിലുമാണ് കെട്ടേണ്ടത്. മറ്റൊന്നാണ് നമുക്ക് വാട്ടർ എനർജി പാഡ്. ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം, അതായത് ഏത് വെള്ളമാണോ, ഇപ്പം നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശുദ്ധജലമാണ്, പച്ചവെള്ളം കുടിക്കാൻ അനുയോജ്യമാണ് എങ്കിൽ മാത്രം നമ്മൾ പച്ചവെള്ളം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏത് വെള്ളമാണോ എടുക്കുന്നത്, തിളപ്പിച്ചാറിയ വെള്ളം, ആ വെള്ളം എടുത്താൽ മതി. അതുകൊണ്ട് നമ്മൾ 1 ലിറ്റർ, അതായത് ചില്ലുകുപ്പിയിൽ എടുക്കണം. ഈ വെള്ളം നമ്മൾ ചില്ലുകുപ്പിയിൽ വേണമെന്ന് പറയുന്നത്, നമുക്ക് ഒരു പ്രകാശകിരണങ്ങൾ ടോർച്ച് അടിച്ചാൽ നമുക്ക് അതിനപ്പുറത്തേക്ക് കടക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു പ്രവർത്തനം നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിയുന്നതും നമ്മൾ ചില്ലുകുപ്പി തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചില്ലുകുപ്പിയിൽ വെള്ളം എടുത്ത് അതിന്റെ പുറംഭാഗം നല്ലപോലെ തുടച്ചതിന് ശേഷം, നനയാൻ പാടില്ല, തുടച്ചതിന് ശേഷം ഇത് കെട്ടിവെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് നേരം വെക്കുമ്പോൾ നമ്മളെ വെള്ളത്തിന് കട്ടി കുറയുന്നതായിട്ട് കാണാം. അതായത് നമ്മൾ എപ്പോഴും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്മാത്രകൾ കൂട്ടം കൂടിയിട്ടായിരിക്കുക. അപ്പം ആ വെള്ളത്തിന് കട്ടി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു പാഡ് ചുറ്റുന്ന സമയത്ത് നമുക്ക് ആ വെള്ളത്തിന്റെ തന്മാത്രകളെ, കൂട്ടത്തെ നമുക്ക് വിഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ 15-20 മോളിക്കുലാർ ലെവലുള്ളതിനെ നമുക്ക് ഒരു 5-6 സൈസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അങ്ങനെ വെള്ളത്തിന് കട്ടി കുറയുന്നു. അപ്പൊ സാധാ വെള്ളം, നമ്മൾ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ വെറും 200 മില്ലി മാത്രമേ നമ്മുടെ ശരീരകോശങ്ങൾ ആഗിരണം ചെയ്യുന്നുള്ളൂ. ഇത് ചുറ്റിയിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ 800 മില്ലി നമ്മുടെ ശരീരകോശങ്ങൾ ആഗിരണം ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഇപ്പം ഭക്ഷണക്രമത്തിലായാലും ഭക്ഷണ രീതിയിലും അതേപോലെ തന്നെ മരുന്നിന്റെ ഉപയോഗം മൂലം ഒരുപാട് ടോക്സിൻസുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ ടോക്സിൻസുകളെല്ലാം റിമൂവ് ചെയ്യണേ നമുക്ക് വേണ്ടത്ര വെള്ളം വേണം. നമ്മുടെ ശരീരത്തിൽ 70% വെള്ളമാണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ചാൽ മാത്രമേ ഈ ടോക്സിൻസ് നമുക്ക് ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നമുക്ക് യൂറിനിലൂടെയും മോഷനിലൂടെയും സ്വെറ്റിലൂടെയും ഈ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ നമുക്കിതൊരു മൾട്ടി പർപ്പസ് ആണ് വാട്ടർ എനർജി പാഡ്. നമുക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ബാക്കിൽ വെച്ച് കെട്ടാം. മുട്ടിന് വേദന ഉണ്ട്, മുട്ടിന് വെച്ച് കെട്ടാവുന്നതാണ്. എവിടെയൊക്കെ വേദന, നീർക്കെട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇത് ചേർത്ത് വെച്ച് കെട്ടാവുന്നതാണ്. അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ വശത്ത് കെട്ടാവുന്നതാണ്. ഇത് വെള്ളത്തിന്റെ തന്മാത്രകൾ വീടിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ ഇത് എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രയും നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. ഇപ്പം ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതം തകർന്ന് കേരളം. കാരണം ഇതൊക്കെ ഓരോ കണക്കുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഏതൊരു വീടെടുത്ത് നോക്കിയാലും ഒരു ഷുഗർ, പ്രഷർ, തൈറോയ്ഡ് എന്ന് വേണ്ട ഗുളികകൾ കഴിക്കാത്ത വീടുകൾ ഇന്നില്ല. പണ്ടൊക്കെ നമ്മള് ഒരു വെറ്റിലച്ചെല്ലുമായിട്ടായിരുന്നു പ്രായമായവർ ഇരിക്കുന്നതെങ്കിൽ ഇന്നൊരു 30-35 വയസ്സാകുമ്പോഴത്തേക്കും ഇന്നൊരു ഗുളികയുടെ പെട്ടിയായിട്ടാണ് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെയും നമ്മുടെ കമ്പനിയുടെയും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒരു കണക്കാണ്, 50 ലക്ഷം പേരുടെ സ്ക്രീനിങ് നടത്തിയതിൽ 46% പേർക്ക് ജീവിതശൈലി രോഗങ്ങളാണുള്ളത്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത 3 കാറ്റഗറി ആളുകളാണ്. ഒന്ന്, പ്രഗ്നന്റ് ലേഡീസ്, 3 മാസത്തിന് ശേഷം ഉപയോഗിക്കാൻ പാടില്ല. അത് കുട്ടി ഓവർ ഗ്രോത്ത് വരും, നോർമൽ ഡെലിവറി ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ പേസ് മേക്കർ, ഇൻസുലിൻ പമ്പ്, എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകൾ ശരീരത്തിൽ ഘടിപ്പിച്ചുള്ള ആളുകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ട്രോണിക് ഡിവൈസുകൾ കേടായിപ്പോവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റുകളിലൊന്നും ഇലക്ട്രോണിക് ഡിവൈസുകളുള്ള ഒരു പ്രൊഡക്റ്റും വെക്കാൻ പാടില്ല. അലക്കാനും പാടില്ല. അതേപോലെ തന്നെ പൊരി വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. നമ്മൾ ഫാനിന്റെ ചോട്ടിൽ തണലത്തിട്ട് ഉണക്കാവുന്നതാണ്. ഇതുവരെ ഞാൻ പറഞ്ഞത് നമുക്ക് എക്സ്റ്റേണൽ യൂസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരുന്നു. ഇനി നമുക്ക് ഇന്റേണൽ യൂസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂടെ ഉണ്ട്.
അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നത് വഴി നമുക്ക് നല്ല വിധത്തിലുള്ള പ്രോട്ടീൻ മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ എല്ലാം പോരായ്മകൾ നികത്തുന്നതിന് വേണ്ടി ഇതേപോലുള്ള ഇന്റേണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൂടി നമ്മൾ നമ്മുടെ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അൾട്രാബെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബെറീസിന്റെയും ഫ്രൂട്ട്സിന്റെയും എക്സ്ട്രാക്റ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ 30 മില്ലി എടുത്തിട്ട് 30 മില്ലി ചെറു ചൂടുവെള്ളത്തിലായിട്ട് വെറും വയറ്റിൽ കഴിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ഷീണം, കുട്ടികൾക്ക് ബുദ്ധിശക്തിക്ക്, നമ്മുടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് 11 സിസ്റ്റങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സഹായകമാകുന്നുണ്ട്. അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് മോർ പവർ. മോർ പവർ എന്ന് പറഞ്ഞാൽ 44ഓളം പച്ചമരുന്നുകളുടെ ചേരുവകളാണ്. ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. ആയുഷിന്റെ അംഗീകാരത്തോടു കൂടിയാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് നമ്മൾ ഒരു ലേഹ്യാണ്. ഒരു 2 ഗ്രാം എടുത്തിട്ട് നാവിന്റെ അടിയിൽ വെച്ച് അലിയിച്ചിറക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യന്റിന് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 ഗ്രാം വെച്ച് രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സെക്ഷൽ പ്രോബ്ലങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഗുണം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 11 സിസ്റ്റങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. മിറാക്കിൾ റിസൾട്ട്, നമുക്ക് ഇതിന് ഒത്തിരി റിസൾട്ടുകൾ ഇന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ലക്ഷക്കണക്കിന് റിസൾട്ടുകൾ ഇന്ന് കാണാൻ പറ്റും. അതിൽ കുറച്ച് റിസൾട്ടുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് വെരിക്കോസ് വെയിന്, വെരിക്കോസ് അൾസറിന് കിട്ടിയ റിസൾട്ടാണ്. അതേപോലെ തന്നെ ഇത് ഷുഗറിന്റെ അൾസറായിട്ട് വന്നിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇത് നമുക്ക് ഒരു കാർബങ്കിൾ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇത് സാറെന്ന് പറഞ്ഞാല് തൃശ്ശൂരുള്ള ജോഷി എന്ന് പറഞ്ഞൊരു സാറാണ്. അപ്പം സാറിനോട് ഡോക്ടർ പറഞ്ഞത് 3 വർഷത്തിലധികം പിടിക്കും ഈ ഒരു അസുഖം മാറാൻ. അതിൽ 1.5 വർഷത്തോളം നമ്മൾ കമിഴ്ന്ന് കിടക്കണം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് വെറും 3-3.5 മാസം ആയപ്പോഴത്തേക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ വലതുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് സോറിയാസിസിന് കിട്ടിയ റിസൾട്ടാണ്. ഇത് സ്കിൻ ഡിസീസസിന് കിട്ടിയ റിസൾട്ടുകളാണ്. അപ്പൊ ഒത്തിരി റിസൾട്ടുകൾ നമുക്ക് ഇന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം ആരെല്ലാം വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയം ഉണ്ടാവുക. അത് വെറും സാധാരണക്കാർ മാത്രമല്ല, നമ്മുടെ ആയുഷ് മിനിസ്ട്രി ആണ് ഇത് വാങ്ങി ഉപയോഗിക്കുന്നത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ വിങ് തന്നെ ഉണ്ട്. ഇവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത് മാത്രമല്ല, ഇത് ഇനി ഫോട്ടോയ്ക്ക് വരെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അവർ അത്രയും പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇത് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സാറാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഉന്നത നിലയിലുള്ള VVIP-കൾ, ഡോക്ടേഴ്സ്, അതിൽപ്പെട്ട ഒത്തിരി ആളുകൾ, ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യം വളരെയധികം വേണ്ടപ്പെട്ട ഒന്നാണെന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിവുണ്ട്. എങ്കിലും നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ പെട്ട് ഉഴലുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഗുളിക മരുന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് ഇതേപോലുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇനി വരുന്ന തലമുറയെ രക്ഷിക്കാൻ സാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുന്ന, ഇപ്പം ഞാൻ കുറഞ്ഞ ടൈമേ ഉള്ളൂ നമുക്ക്, അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ ആരാണ് ഇതിനകത്ത് ക്ഷണിച്ചത്, അവരുമായിട്ട് നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ആരോഗ്യം എല്ലാവരും വീണ്ടെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി എല്ലാവർക്കും. താങ്ക് യു മാം. നയന മാഡം. നയന മാഡം ഇവിടെ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കമ്പനിയിൽ നല്ലൊരു വരുമാനം കൂടി കമ്പനി തരുന്നുണ്ട്. ആ വരുമാനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കണ്ണൂർ സ്വദേശിയായ ഹേമലത മാഡത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് വെൽക്കം ഹേമലത മാഡം. താങ്ക് യു ബിന്ദു മാഡം. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. സോറി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ MC ബിന്ദു മാഡം നന്നായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഹേമലത, കണ്ണൂരാണ് വീട്. നമ്മൾ ഇതുവരെ കേട്ടത്
ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഫൈലും അതിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയും അതിനുശേഷം എങ്ങനെ എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതിനൊക്കെ പറ്റിയാണ്. ഇനി ഈ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇൻകം കിട്ടുക എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഒന്നുകൂടി ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നബാർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 65% കുടുംബക്കാർക്കും സമ്പാദ്യമില്ല എന്നാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മിക്ക കുടുംബങ്ങളും കടക്കെണിയിലുമാണ്. നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോവുക എന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. അതിനിടയിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും ലോൺ എടുക്കേണ്ടതായിട്ട് വരും. ഈ ലോൺ എടുക്കുമ്പോൾ നമുക്കത് തിരിച്ചടക്കാനുള്ള ഒരു മാർഗമില്ലാതെ ഉഴലുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ആശങ്ക ഈ അൺഎംപ്ലോയ്മെന്റ് ആണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് നല്ലൊരു മാർഗമാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള കോട്ടാണിത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഉള്ളത് സിവിൽ സപ്ലൈസിന്റെ അണ്ടറിലാണ്. ഏതൊരു യൂണിയനിൽ ചേർന്നുകൊണ്ടും ഏതൊരു രാഷ്ട്രീയ യൂണിയനിൽ ചേർന്നുകൊണ്ടും നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കമ്പനിക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുമാനം തരുന്നത് എന്നതിനെ പറ്റിയാണ്. നമ്മുടെ കമ്പനി ഒരു PV അടിസ്ഥാന പോയിന്റ് ഓഫ് വാല്യൂ, അതിനെ PV എന്ന അടിസ്ഥാനത്തിലാക്കിയിട്ടാണ് നമുക്ക് ഇൻകം കണക്കാക്കുന്നത്. ഒരു 13 PV മുതൽ 400 PV വരെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കമ്പനിയിൽ ഒരു ID അടിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ കമ്പനി തന്നെ ഒരു എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ റൗണ്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൂടെ നമ്മൾ 2 പേരെ കൊണ്ടുവന്നിട്ട് അവർ ഒരു 50 PVയുടെയും ഒരു 100 PVയുടെയും പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ക്രൈറ്റീരിയ പൂർത്തിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 440 രൂപയാണ്. അതിനുശേഷമാണ് കമ്പനി നമ്മുടെ ഇൻകം കണക്കാക്കുന്നത്. ഈ കമ്പനിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 സൈക്കിളിലായിട്ട് ഇൻകം വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു കമ്പനിയാണ് നമ്മുടേത്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു സൈക്കിളും, വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 5 മണി വരെ 2 സൈക്കിളും. ആ 2 സൈക്കിളിലും നന്നായി വർക്ക് ചെയ്താൽ നമുക്ക് നല്ല വരുമാനം വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മുടെ കമ്പനിക്ക് 9ഓളം വരുമാന മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഇതിലേറ്റവും ഏതൊരു സാധാരണക്കാരനും വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ബോണസാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഇതിന് സമയപരിധിയില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇതിന് ഒരു PVക്ക് 8 രൂപ 80 പൈസ എന്ന നിരക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ 1000 PV വരെ ഒരു സൈക്കിളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത് 1000 PV നമ്മൾ നേടിയെടുക്കുമ്പോൾ കിട്ടുന്നത് 8800 രൂപയാണ്. അങ്ങനെ 2 സൈക്കിളിലും കൂടി നമ്മൾ ഈ പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 17600 രൂപയാണ്. ഇനി നമുക്ക് വേറെ ഒന്നുള്ളത് സൂപ്പർ ഫാമിലി ബോണസ് ആണ്. സൂപ്പർ ഫാമിലി ബോണസിന്റെ PV 59 രൂപ 40 പൈസ എന്ന നിരക്കിലാണ്. ഇതിന് സമയപരിധി ഉള്ളതാണ്. ഒരു സൈക്കിളിൽ തന്നെ നമ്മൾ മാച്ച് ചെയ്യേണ്ടതാണ്. PVകൾ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 PV ആണ് നമ്മൾ മാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5940 രൂപയാണ്. ഇത് 2 സൈക്കിളിലും കൂടി നമുക്ക് നേടിയെടുക്കാം. 11880 രൂപ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബോണസാണിത്. ഈ സൂപ്പർ ഫാമിലി ബോണസ് 11880 രൂപയും സൂപ്പർ അവയർനെസ് ബോണസ് 17600 രൂപയും കൂടി നമുക്ക് ഒരു ദിവസം 29480 രൂപ വാങ്ങാനുള്ള ഒരു അവസരം കമ്പനി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൈസയൊക്കെ നമുക്ക് എപ്പോഴാണ് നമ്മുടെ ബാങ്കിലേക്ക് എത്തുക എന്നത് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്തിട്ട് 3ാമത്തെ ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ബാങ്കിലേക്ക് ഇത് ക്രെഡിറ്റ് ആവുന്നത്. ഈ 3 ദിവസവും നമുക്ക് ഈ 29480 രൂപ
ഉണ്ടാക്കാൻ പറ്റിയാൽ 3 ദിവസം കഴിഞ്ഞ് നമ്മുടെ ബാങ്കിലേക്ക് എത്തുന്ന തുക 88,440 രൂപയാണ്. അതുപോലെ നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി സാർ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ടൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഏതൊരു സാധാരണക്കാരനും നേടിയെടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴാണോ 3 ലക്ഷം രൂപ ക്രെഡിറ്റ് ആവുന്നത് അന്ന് നമ്മൾ ഈ തായ്ലൻഡ് ട്രിപ്പിന് എലിജിബിൾ ആണ്. അതുപോലെ നല്ല 4 സ്റ്റാർ ഹോട്ടലിലൊക്കെയുള്ള താമസമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നത് ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. 44 ഫാമിലി ബോണസ് നമ്മൾ അടിച്ചാൽ തന്നെ നമുക്ക് ഈ തായ്ലൻഡ് ട്രിപ്പിലേക്ക് അകത്ത് നേടാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിലെ വേറൊരു റീപർച്ചേസ് ബോണസ്, ടീമിന്റെ റീപർച്ചേസ് ബോണസ് ഉണ്ട്. ഈ റീപർച്ചേസ് ബോണസിന് ഒരു PVക്ക് 630 രൂപയാണ് നമുക്ക് മാച്ച് ചെയ്താൽ കിട്ടുന്നത്. ഒരു സൈക്കിളിലാണ് 630 രൂപ. അങ്ങനെ 100 PV നമ്മൾ മാച്ച് ചെയ്താൽ 63,000 രൂപ നമ്മുടെ കിട്ടും. 2 സൈക്കിളിലും കൂടി ഇത് കിട്ടുകയാണെങ്കിൽ 1,26,000 രൂപ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളെ ഇവിടെ ക്ഷണിച്ച ആരാണോ അവരോട് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ചും അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയുടെ നിയമപരമായ വശങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാവുക. നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഈ കമ്പനി മൂലം കിട്ടുന്നത്. എല്ലാവർക്കും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനും നല്ലൊരു ബിസിനസ് നടത്തുവാനും സർവശക്തൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാഡം. മാഡം താങ്ക് യു. ആരോഗ്യവും സമ്പത്തും തരുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് ഇപ്പോൾ നയന മാഡം ആയാലും മാഡം നമ്മളോട് സംസാരിച്ചത്. അതുപോലെ തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയത്, എനിക്ക് PCOD പ്രശ്നം ഉണ്ടായിരുന്നു. അതിൽ നല്ല മാറ്റം കിട്ടി. അതിനേക്കാൾ ഉപരി എൻ്റെ ഭർത്താവിന് നല്ല നടുവേദനയായിരുന്നു. 1 വർഷത്തോളമായി ആ നടുവേദന. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൽ മാറ്റം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങി ഉപയോഗിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. ഈ കമ്പനിയെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ക്ഷണിച്ചത് അവരുമായിട്ട് ആ സംശയം ദൂരീകരിക്കാവുന്നതാണ്. പിന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ സോം വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുന്നു. ഓക്കെ.